പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഡിസംബർ മാസം 21 ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രമപ്പ. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. ഞങ്ങൾ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറയാം. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചതിന് നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം, സ്തോത്രം 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 സ്തോത്രമപ്പ. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്, അത്ഭുതകരമായി നടത്തുന്ന ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകും. അങ്ങ് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാകുന്നു. ഈ 2025 ഡിസംബർ മാസം 21 അങ്ങ് വഴികൾ തുറന്നു തരുന്ന ദിവസമാകിയാൽ സ്തോത്രം. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പുതുവഴികൾ, പുതിയ ഉറവകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടുന്ന ദിവസമാകിയാൽ സ്തോത്രം. അത് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. 2025 ഡിസംബർ മാസം 21 പുതുവഴികൾ തുറക്കപ്പെടുന്ന ദിവസം, പുതിയ ഉറവകൾ തുറക്കപ്പെടുന്ന ദിവസമെന്ന് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ ബലമായ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങളുടെ സങ്കേതമായ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളെ ശക്തി കൊണ്ട് അരമുറുക്കുകയും ആമേൻ ആമേൻ ഞങ്ങളുടെ വഴി കുറവ് തീർത്തു തരികയും ചെയ്ത ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. അപ്പാ, അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ലെന്നാണല്ലോ തിരുവെഴുത്തി പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുകയാണ്. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളുടെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഞായറാഴ്ച ദിവസത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ മക്കളായ ഞങ്ങൾക്കായി അങ്ങ് പുതുവഴികളെ തുറക്കുന്നതിനായി സ്തോത്രം. പുതിയ ഉറവകൾ ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. രോഗികൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് സ്ട്രോക്ക് വന്ന് അവൻ ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ, സ്ട്രോക്കിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നിമിത്തം ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൈകളെ ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. ആമേൻ. ജീവൻ വ്യാപരിക്കട്ടെ, ആരോഗ്യം വ്യാപരിക്കട്ടെ. നിർജീവമായി പോയ ബ്രെയിൻ സെല്ലുകൾ യേശുവിൻ്റെ നാമത്തിൽ ജീവൻ വെക്കട്ടെ. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജീവൻ വെക്കട്ടെ. അത്ഭുതകരമായ സൗഖ്യങ്ങൾ കർത്താവേ, ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട് ഈ പ്രഭാതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് സ്തോത്രം. അങ്ങനെ അത്ഭുത പ്രവൃത്തി നടന്നിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ, ശാരീരികമായുള്ള എല്ലാ ക്ഷീണങ്ങളിൽ തൻ്റെ കുഞ്ഞുങ്ങൾ മാറട്ടെ. സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. എല്ലാ ക്ലൈമറ്റ് മുഖാന്തരം ഉണ്ടായിരിക്കുന്ന അലർജികളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുണ്ടായിരിക്കുന്ന സകല അലർജികളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവെ, സാമ്പത്തികമായ ആവശ്യങ്ങളിൽ അങ്ങ് അത്ഭുതം ചെയ്യണം. ഈ ലാസ്റ്റ് ഡേയ്സിൽ കർത്താവെ, ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്രീഡം കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. സാമ്പത്തിക സ്വാതന്ത്ര്യം ഈ വർഷത്തിൻ്റെ ഈ അവസാന ദിവസങ്ങളിൽ തൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ കുടുംബങ്ങൾക്കകത്ത് വലിയ ഐക്യത ഉണ്ടാകട്ടെ. കുടുംബത്തിനകത്ത് ഭയങ്കര സന്തോഷമുണ്ടാകട്ടെ. കുടുംബത്തിനകത്ത് ഭയങ്കര സമാധാനമുണ്ടാകട്ടെ. ഈ വർഷം ഇതുവരെ അനുഭവിക്കാത്ത സന്തോഷവും സമാധാനവും കുടുംബങ്ങൾക്കകത്ത് അനുഭവിപ്പാൻ കർത്താവ് ഇടവരുത്തണം. ഇന്ന് ലോകത്തെമ്പാടും സഭായോഗം നടക്കുമ്പോൾ അതൊരു ഉണർവായി മാറട്ടെ. അതൊരു ഉണർവായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അതൊരു ഉണർവായി മാറട്ടെ. ദൈവിക സംരക്ഷണം തൻ്റെ മക്കൾക്ക് കൊടുക്കുന്നതിനായിട്ടും സ്തോത്രം. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും കർത്താവ് തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് ഒരിക്കലൂടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. വളരെ സന്തോഷത്തോടുകൂടെ ആമേൻ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ നമ്മുടെ കണ്ണുകളെ ഓടിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവിൻ്റെ വചനമാണ്. ഇന്ന് കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം.
ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും ആമേൻ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. ഈ കൊലോസ്യ ലേഖനം ത്തിൽ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ മഹാത്മ്യത്തെ പറ്റി വർണ്ണിക്കുകയാണ് ആദ്യ ഭാഗങ്ങൾ. എന്നാൽ ഈ 3-4 അധ്യായങ്ങളിലൊക്കെ ക്രിസ്തുവിലുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവിൽ അപ്പോസ്തലൻ പരാമർശിക്കുമ്പോൾ അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ ഓടിച്ചു വായിക്കുവാൻ പരിശുദ്ധാത്മാവ് ഉള്ളിൽ ഒരു പ്രേരണ തന്നു. അത് നമുക്കൊന്ന് ഓടിച്ചു വായിച്ച് കേൾപ്പിക്കാം. യജമാനന്മാരെ, നിങ്ങൾക്കും സ്വർഗത്തിൽ യജമാനനുണ്ടെന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിപ്പിൻ. അപ്പം പരിശുദ്ധാത്മാവോട് പറയുക, യജമാനന്മാരോട് പറയുക, നിങ്ങൾക്കും ഭൂമിയിൽ ആരുണ്ട്? അവൻ നിങ്ങൾക്ക് സ്വർഗത്തിൽ യജമാനനുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഭൂമിയിലുള്ള നിങ്ങളുടെ ദാസന്മാരോട് നിങ്ങൾ നീതിയും ന്യായവും ആചരിക്കണം. 2, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് കീയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് മാസ്റ്റർ കീയാണ്. അതായത് ആമേൻ, വാതിലുകൾ തുറക്കപ്പെടുന്നത് പ്രാർത്ഥനയിലാണ്. അത്ഭുതങ്ങൾ നടക്കുന്നത് പ്രാർത്ഥനയിലാണ്. യേശു തൻ്റെ ശുശ്രൂഷയെ ആരംഭിച്ചത് പ്രാർത്ഥനയിലാണ്. യേശു തൻ്റെ ശുശ്രൂഷയെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചാണ് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. സ്തോത്രത്തോടെ അതിനായിട്ട് ജാഗരിക്കണം. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എൻ്റെ ബന്ധന കാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിപ്പാൻ ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു തരണം. ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. അപ്പം ഈ നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ സഭയോട് പറയുക, താനായിരിക്കുന്ന കൊലോസ്യ സഭയോട് പറയുക, ഈ മർമ്മം വെളിപ്പെടുത്താനും സംസാരിക്കേണ്ടവണ്ണം ഞാൻ സംസാരിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളും പ്രാർത്ഥിക്കണം. ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ വചനം വേണ്ടുന്നവണ്ണം പ്രസംഗിക്കുവാൻ, അവൻ സംസാരിക്കേണ്ടവണ്ണം സംസാരിപ്പാൻ അങ്ങനെ ദാസന്മാർക്ക് കൃപ കൊടുക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം കേട്ടോ. കേട്ടവരെല്ലാവരും ഒരു വാക്ക് പ്രാർത്ഥിക്കണം. അടുത്ത വാക്യം പറയുന്നു, എന്നിട്ട് 5-ാമത്തെ വാക്യം പറയുന്നത്, സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് എങ്ങനെ ചെയ്യണം? ജ്ഞാനത്തോടെ പെരുമാറണം. സമയം എങ്ങനെ ചെയ്യണം? തക്കത്തിൽ ഉപയോഗിക്കും. നമുക്ക് കിട്ടുന്ന എവരി ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ജ്ഞാനത്തോടെ, അത് ഇവിടെ പറയുന്ന സുവിശേഷത്തിൻ്റെ അർജൻസിയാണ് കാണിക്കുന്നത്. അവൻ സുവിശേഷം പറയുന്നതിൻ്റെ ആവശ്യകതയാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഓരോ സമയങ്ങളും, ഓരോ ഓപ്പർച്യൂണിറ്റീസ്, നമ്മൾ ഓരോ ഭവനം വിസിറ്റ് ചെയ്യുന്നതും നമ്മൾ ഓരോരുത്തരെ കാണുന്നതും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് കാരണമായി തീരണം. അതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. സമയം തക്കത്തിൽ ഉപയോഗിക്കണം, ജ്ഞാനത്തോടെ. അവസാനമാണ് പറഞ്ഞത് 6-ാമത്തെ വാക്യത്തിൽ, ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം. അപ്പം നമുക്ക് ഓരോരുത്തരോടും, നമുക്ക് എല്ലാവരോടും ഒരേപോലെ സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ദൈവമക്കളാണ്. നമ്മൾ ആരോട് സംസാരിക്കുമ്പോഴും ഇവിടെ പരിശുദ്ധാത്മാവ് പറയുക, നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതായിരിക്കണം. നമ്മുടെ വാക്ക് എങ്ങനെ ആയിരിക്കണം? കൃപയോടുകൂടിയ വാക്കായിരിക്കണം. എന്നിട്ട് ഉപ്പിനാൽ രുചി വരുത്തിയാൽ. അപ്പം നമ്മുടെ ഈ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോഴും നിങ്ങളും കോപം, ഈർഷ്യം, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളയണം. അപ്പം നമ്മൾ ആരോട് സംസാരിക്കുമ്പോഴും, ഒരു ദിവസം നമ്മൾ പല ആളുകളോട് സംസാരിക്കേണ്ടതായിട്ട് വരും. നമുക്ക് സ്നേഹമുള്ളവരോട് സംസാരിക്കേണ്ടതായിട്ട് വരും. നമ്മളോട് വിരോധമുള്ളവരോട് സംസാരിക്കേണ്ടതായിട്ട് വരും. നമുക്കെതിരെ പ്രവർത്തിച്ചവരോട് സംസാരിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ആരോട് സംസാരിക്കുമ്പോഴും നമ്മൾ കോപവും ക്രോധവും ഈർഷ്യവും ഒക്കെ വിട്ട് കളഞ്ഞിട്ട് വേണം സംസാരിക്കാൻ. നമ്മൾ ഇമോഷണലി ചാടിക്കേറി ആരോടും സംസാരിക്കാൻ പാടില്ല. സംസാരിക്കുമ്പോൾ വളരെ കെയർഫുള്ളായിരിക്കണം. ആമേൻ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക, ഇതൊക്കെ വിട്ട് കളഞ്ഞ് ആമേൻ, നമ്മുടെ വായിൽ നിന്ന് വരുന്ന തെറ്റായ വാക്കുകൾ ഒത്തിരി കോൺസിക്വൻസസുകൾ ഉണ്ടാക്കും. ബന്ധങ്ങളെ തകർത്ത് കളയും. ആമേൻ. ചില ഹൃദയങ്ങളെ മുറിവേൽപ്പിക്കും. ഭയങ്കര കോൺസിക്വൻസസുകൾ നമ്മുടെ വായിൽ നിന്ന് വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് കറക്റ്റ് വാക്കുകൾ പറയുന്ന ജീവിതമാണ് ക്രിസ്തുവുള്ള ജീവിതം. അതുകൊണ്ട് ദൈവമക്കൾ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കും. ഒരു മനുഷ്യൻ്റെ വാക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാം അവനെ ആരാണ് ഗവേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ റൂൾ ചെയ്യുന്നത്. യേശു ക്രിസ്തുവാണോ അവനെ ഭരിക്കുന്നത്? പരിശുദ്ധാത്മാവാണോ അവനെ ഭരിക്കുന്നത്? അതോ അവൻ്റെ ജഡമാണോ അവനെ ഭരിക്കുന്നത്? യേശു പറഞ്ഞു, ഔട്ട് ഓഫ് ദ അബണ്ടൻസ് ഓഫ് ദ ഹാർട്ട്, അതായത് ഹൃദയത്തിൽ നിറയുന്നതാണ് വായിലൂടെ വരുന്നത്. അതുകൊണ്ട് വായെന്ന് പറയുന്നത് നമ്മുടെ ഒരു തെർമോമീറ്ററാണ്. നമ്മുടെ
ആത്മീയതയെ അളക്കുന്ന ഒരു മീറ്ററാണ് നമ്മുടെ വായെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വായിൽ നമ്മുടെ ഭാര്യയോടായാലും ഭർത്താവിനോടായാലും കുഞ്ഞുങ്ങളോടായാലും പൊതുജനത്തോടായാലും വിശ്വാസികളോടായാലും ആരോട് സംസാരിക്കുമ്പോഴും നമുക്കതിനകത്തുനിന്ന് പുറത്തു വരുന്ന നമ്മുടെ വാക്കുകൾ നമ്മുടെ ആത്മീയതയെ വെളിപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? കെയർലെസ്ലി നമ്മൾ സംസാരിക്കരുത്. എപ്പോഴും കോൺഷ്യസ്ലി ആയിരിക്കണം. ആമേൻ. നമ്മൾ സംസാരിക്കേണ്ടത് കോൺഷ്യസ്ലി ആണെങ്കിലും അൺകോൺഷ്യസ്ലി ആണെങ്കിലും എന്ത് ചെയ്യണം? നമ്മൾ സംസാരിക്കുമ്പോൾ ആരെ വെളിപ്പെടുത്തണം? ക്രിസ്തുവിനെ തന്നെ വെളിപ്പെടുത്തണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയുന്ന വാക്കുകൾ അവിടെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ പറയുന്ന വാക്കുകൾ ജീവനെ അല്ലെങ്കിൽ മരണത്തെ കൈമാറും. നമ്മൾ പറയുന്ന വാക്കുകൾ ആമേൻ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ അനുഗ്രഹത്തെ കൊണ്ടുവരുന്ന വാക്കുകളാണ്. അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ വാക്ക് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ പറയുന്ന ഓരോ നെഗറ്റീവ് വാക്കുകളും ഒരു ബക്കറ്റിനകത്ത് കിഴുത്ത വീണതുപോലെ ദൈവിക സാന്നിധ്യത്തെയും നന്മയും നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയെ എല്ലാം ചോർത്തി കളയുന്നത് നമ്മളിൽ നിന്ന് വരുന്ന നെഗറ്റീവ് വാക്കുകൾ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ വാക്കുകൾ ഇനി ലാസ്റ്റ് ഡേയ്സ് ആണ്. ആമേൻ. എന്ത് ചെയ്യണം? നമ്മൾ പറയുന്ന വാക്കുകൾ ഒരു വിത്താണെന്ന് ഓർത്തോണം. ഞാൻ പറയുന്ന ഓരോ വാക്കും വിത്താണ്. ചിലത് അതിനെ സമാധാനമുണ്ടാക്കുന്ന വിത്തായിരിക്കും, ചിലത് കയ്പുണ്ടാക്കുന്ന വിത്തായിരിക്കും, ചിലത് വിശ്വാസം വർദ്ധിപ്പിക്കുന്ന വിത്തായിരിക്കും, ചിലത് ഭയം കൊണ്ടുവരുന്ന വിത്തായിരിക്കും. അതുകൊണ്ട് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ സംസാരിക്കാൻ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കൾ വളരെ ശ്രദ്ധയോടെ ആമേൻ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ സൂക്ഷിക്കുക. ആമേൻ. ഈ കംപ്ലൈനിങ് പറയുന്നതിന് പകരം ഈ എൻഡ് ഓഫ് ദി ഇയറിൽ എന്തായിരിക്കണം? താങ്ക്സ് ഗീവിംഗ് ആയിരിക്കണം. ആമേൻ, ആമേൻ, ആമേൻ. ഭയത്തിൻ്റെ വാക്കുകൾ പറയുന്നതിന് പകരം ആമേൻ ഫെയ്ത്ത് ഫിൽഡ് ആയിട്ടുള്ള വാക്കുകൾ നമ്മൾ പറയുക. ജ്ഞാനത്തോടെ സംസാരിക്കുക. ആമേൻ. ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്ന വാക്കുകൾ പറയുക. ആമേൻ, ആമേൻ. വാതിലുകളെ തുറക്കുന്ന വാക്കുകൾ പറയുക. സമാധാനം കൊണ്ടുവരുന്ന വാക്കുകൾ പറയുക. ആമേൻ. ഇന്ന് ഹല്ലേലൂയ പുറമേ നമ്മളൊന്നും കണ്ടില്ലെങ്കിലും നമ്മുടെ വാക്കുകൾക്ക് അകത്ത് വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. നമ്മൾ പറയുന്നതിന് മുമ്പ് ചിന്തിക്കണം, ഈസ് ഇറ്റ് ട്രൂ? ഞാൻ പറയുന്ന കാര്യം സത്യമാണോ? ആമേൻ. രണ്ടാമത്, നമ്മൾ പറയുന്നതിന് മുമ്പ് ചിന്തിക്കണം, ഇത് സ്നേഹത്തിൻ്റെ വാക്കുകളാണോ ഞാൻ പറയുന്നത്? മൂന്നാമത് ചിന്തിക്കണം, ഇത് ആവശ്യമാണോ ഞാൻ ഈ പറയുന്നത്? നാലാമത് ചിന്തിക്കണം, ഇത് ദൈവത്തെ മഹത്വപ്പെടുത്തുമോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ ഈ വാക്യം ഞാൻ ഒന്നുകൂടെ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. ആമേൻ. കൊലോസ്യർ 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം പറയുന്നു, ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്നറിയണത് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായി തീരട്ടെ. കരമുയർത്തി പറ, കർത്താവേ, ഇന്ന് ഞാൻ എൻ്റെ വായെ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുക. ആമേൻ. എൻ്റെ വാക്കുകൾ ജീവൻ കൊണ്ടിരുന്ന വാക്കുകളായി തീരട്ടെ. എൻ്റെ വാക്കുകൾ സമാധാനം കൊണ്ടിരുന്ന വാക്കുകളായി തീരട്ടെ. എൻ്റെ വാക്കുകൾ ക്രിസ്തുവിനെ ഉയർത്തുന്ന വാക്കുകളായി തീരട്ടെ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനത്തോടെ സംസാരിക്കും. കരമുയർത്തി പറ, ഞാൻ ജ്ഞാനത്തോടെ സംസാരിക്കും. ഞാൻ ജ്ഞാനത്തോടെ മാത്രമേ സംസാരിക്കത്തുള്ളൂ. ആമേൻ. ഭയങ്കര ഒരു ഹാർവസ്റ്റ് എൻ്റെ വാക്കുകൾക്ക് വരുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവേ, ഞാൻ ഒരു വാക്ക് ആ നെഞ്ചത്തോട്ട് കൈവച്ചിട്ട് പ്രാർത്ഥിച്ച കർത്താവേ, ഞങ്ങളുടെ വായിൽ നിന്ന് വന്ന എല്ലാ നെഗറ്റീവ് ടോക്കുകളും കർത്താവേ, ഞങ്ങൾ ദൈവഹിതമല്ലാതെ പറഞ്ഞ വാക്കുകളെ ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. ജീവൻ്റെ വാക്കുകൾ മാത്രം ഞങ്ങൾ നാവിൽ നിന്ന് വരട്ടെ, ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരമുയർത്തി പറ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.